ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നന്ദുവിൻ്റെയും കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്ന അനി പറയുന്നുണ്ട്, കൺഗ്രാറ്റ്സ് ദ മച്ചാനെ, എന്തായാലും ഇത് നന്നായിട്ട് അങ്ങ് പൊളിച്ചു കേട്ടോന്ന്. എന്താ എന്ന് അനിയോട് എല്ലാവരും ചോദിക്കും. അല്ല, എൻ്റെ അമ്മായിയപ്പനും അമ്മായിമ്മയ്ക്കും ആരോ നന്നായിട്ട് അടി കൊടുത്തിട്ടുണ്ട്, അതെനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. അതിന് ഞങ്ങൾക്ക് എന്തിനാ കൺഗ്രാറ്റ്സ് തരുന്ന അനിയെന്ന് നന്ദു ചോദിക്കും. അല്ല, ആ കൂട്ടത്തിൽ നന്നായിട്ട് അടിച്ചത് ഒരു പെൺകുട്ടിയാണെന്നും കരാട്ടയൊക്കെ അറിയാവുന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പോഴേ അത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്നും അനി പറയും. അത് ഞങ്ങളൊന്നും അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ നിരപരാധികളാണെന്നൊക്കെ കൂട്ടുകാർ ഇരുന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് ആര് ചെയ്തെന്ന് പറഞ്ഞാലും നന്നായിട്ടുണ്ട്, ഇന്നത്തെ ചിലവ് മുഴുവൻ എൻ്റെയാ എന്ന് പറയും. അനാമിയെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പോലും കരുതിയിട്ടില്ല, അത് കാരണം അവളുടെ അച്ഛനും അമ്മയും എൻ്റെ അമ്മായിയപ്പനും അമ്മായിമ്മയാകുകയല്ലോ, അത് കാരണം ഞാൻ അവർക്ക് എന്ത് സംഭവിച്ചാലും സന്തോഷിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ അനി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അവസാനം കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ തമ്മിൽ തന്നെ ഒന്നിക്കുമോന്ന്. എന്താ പറഞ്ഞെന്ന് അനി ഉടനെ ചോദിക്കും. അല്ല, അവസാനം നിങ്ങൾ തമ്മിൽ തന്നെ ഒന്നിക്കുമോന്നാ ചോദിച്ചെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. പക്ഷെ അനി എന്നാലും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ നന്ദുവിനെ നോക്കുന്നുണ്ട്. അപ്പം നന്ദുവിനും ഇഷ്ടമൊക്കെ തോന്നുന്നതായിട്ടുള്ള പരുവത്തിലാണ് നോക്കുന്നത്. റൂമിലേക്ക് പോകുമായിരുന്ന നയനെ വിളിച്ച് നവ്യ റൂമിൽ കയറ്റിയിട്ട് പറയും, നയനെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്താണെന്ന് ചോദിക്കും. അതല്ല, നീ അറിഞ്ഞായിരുന്നോ ഇവിടെ ഒരു ഇളയ മരുമോളായിട്ട് ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, അവിടെ അമ്മയ്ക്കും അച്ഛനും ഇന്നലെ വൈകിട്ട് നല്ല ഫേഷായിട്ട് ആരാണ്ട് തല്ലു കൊടുത്തെന്ന് പറയും. അതെങ്ങനെ ചേച്ചി അറിഞ്ഞെന്ന് ചോദിക്കും. അതെന്തായാലും ഞാൻ അറിഞ്ഞ് അവളെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടിയെ അടിച്ചെന്നാണ് പറഞ്ഞെന്ന് പറയും. അതാരാ, നന്ദു ആണോ എന്ന് ചോദിക്കും. അതെ, ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുത്തായിരുന്നു പറയും. എന്തിനാ ചേച്ചി അവളെ വെറുതെ ചൂട് പിടിപ്പിക്കാൻ പോയേ? ഇന്നാൾ തന്നെ എന്നെ വന്ന് തെള്ളിയിട്ടതിൻ്റെ പേരിൽ അവൾ അനാമികയെ പിടിച്ച് അടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തല്ലേ എന്ന് പറയും. ഇനി അവൾക്കതൊന്നും പോരാ, കുറച്ച് അവിടെ അമ്മയ്ക്കും അച്ഛനോട് കിട്ടണമെന്ന് ഞാനങ്ങ് വിചാരിച്ചു, അത് കാരണം ഞാൻ പറഞ്ഞ് കൊടുത്തതാ. അത് കണ്ട് അവളും അവിടെ കൂട്ടുകാരും കയറി ചെന്ന് നന്നായിട്ട് അവരെ പെരുമാറിയിട്ടുണ്ടെന്ന് പറയും. എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമായെന്ന് പറയും. അങ്ങനെയൊന്നും സന്തോഷിക്കരുത് ചേച്ചി, മറ്റുള്ളവർക്ക് ഇങ്ങനെ ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നയന പറയുന്നുണ്ട്. പക്ഷേ നവ്യ പറയും, എനിക്ക് സന്തോഷമാണ്, എന്നെ അതുപോലെ ദ്രോഹിച്ചതാ എൻ്റെ കുഞ്ഞിനെ കളയാനായിട്ട് നോക്കിയവർ, പിന്നെ അമ്മായിയെ ഹോസ്പിറ്റലിൽ കിടത്തിയതും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതെല്ലാം അവളും അവിടെ അമ്മയും കൂടെ കൂടിയ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തായിരുന്നു. പറഞ്ഞു കൊടുത്തപ്പോഴേ അവൾ തീരുമാനിക്കുന്നത് എനിക്ക് തോന്നിയായിരുന്നു, ഇന്ന് വൈകിട്ട് തന്നെ അവർക്കിട്ടുള്ള പണി കൊടുക്കുമെന്ന്. അതെന്തായാലും സാധിച്ച് ഇനിയും കുറച്ചുകൂടെ കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്നൊക്കെ നവ്യ പറയും. ജയൻ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയും, എനിക്കിവിടെ പകലൊക്കെ ഒരു സമാധാനമൊക്കെ വേണം, അത് കാരണം ജേട്ടനൊരു കാര്യം ചെയ്യുക, അവളെ അങ്ങ് ഓഫീസിലോട്ട് കൊണ്ടുപോയിക്കളാൻ ആദർശിനോട് പറയണമെന്ന്. നീ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് ജയൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മരുമോളുടെ കാര്യം തന്നെ, നയന, അവൾ വലിയ ഡിസൈനറാന്നൊക്കെ അല്ലേ പറയുന്നത്, അതുകൊണ്ട് ഇനി അവൾ ഇവിടെ അടുക്കള കിടന്ന് നിറയിക്കൊന്നും വേണ്ട, അവളെ അങ്ങ് നിങ്ങൾ ഓഫീസിൽ കൊണ്ടുപോയിക്കോളാൻ പറയണമെന്ന് പറയും. അത്രയും നേരം എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ, എപ്പോഴും അവൾ അടുക്കളയിലൊക്കെ വന്ന് കയറും, അവളുടെ മുഖം അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവൾ വന്ന് കയറുക എന്ന് പറയും. നീ അങ്ങ് ഉറപ്പിച്ച് പറയണം അടുക്കള കയറരുതെന്ന് പറയണമെന്ന് പറയുമ്പം പറയും, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും നയന എപ്പോഴും വന്ന് കയറും, എനിക്ക് അവളെ കാണുന്ന ഇഷ്ടമല്ല, അത് കാരണം അവളെ ഓഫീസിൽ കൊണ്ടുപോകുമോ. പിന്നെ അത് തന്നെയല്ല, അവൾ വലിയ ഡിസൈനറല്ലേ, അത് കാരണം കമ്പനിയുടെ ചീഫ് ഡിസൈനറായിട്ട് അവൾ അവിടെ ഇരുന്നോട്ടെ എന്ന് ആദർശനോട് പറയണമെന്ന് പറയും. നീ അവരോട് പറയത്തില്ലെന്ന് ചോദിക്കും. ഞാനായിട്ടൊന്നും പറയുന്നില്ല, ജയേട്ടൻ തന്നെ അങ്ങ് പറയണമെന്ന് പറയും. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ദേവയാനി അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ജയന് വളരെ സന്തോഷമാകുന്നുണ്ട്. മോളല്ലേലും ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, അവൾ ഓഫീസിൽ വരട്ടെ എന്ന് പറയും. അല്ലെങ്കിലും അവന് അവളെ കാണണം, എപ്പോഴും കാണണമെന്നുള്ള ആഗ്രഹമല്ലേ, അതിപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവനൊരു സമാധാനമില്ല. അതുതന്നെയല്ല, ഇവളെ അങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവൻ ആഹാരവും കഴിക്കത്തില്ലായിരുന്നു, എപ്പോഴും ഇങ്ങനെ എനിക്ക് വേണ്ടി ഇച്ചിരി ഒന്ന് കഴിച്ചെന്ന് വരുത്തത്തേ ഉള്ളായിരുന്നു, അത് കാരണം ഇനി അവൻ എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരുന്നോട്ടെ, ഓഫീസിൽ തന്നെ കൊണ്ട് ഇരുത്തിക്കോളാൻ പറയും. ജയൻ അത് സന്തോഷത്തോടെ കേട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും താൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും വലിയ കാര്യം താൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല, ഞാനും അച്ഛനും അമ്മയൊക്കെ ഇത് ആഗ്രഹിച്ചിരുന്നതാണ്, തന്നെ ഓർത്ത് മാത്രം അത് വേണ്ടെന്ന് വെച്ചിരുന്നത്, എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയും. എന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി പക്ഷേ സന്തോഷത്തോടെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, മോളുടെ കഴിവുകളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാകത്തില്ല, അത് കാരണം ഓഫീസിൽ പോയി അവൾ നന്നായിട്ട് വർക്ക് ചെയ്യട്ടെ,
അവളുടെ കഴിവുകളൊക്കെ പുറം ലോകം അറിഞ്ഞ് അവൾ പാറി പറക്കട്ടെ എന്നൊക്കെ. നയന ആദർശിന് ചായ കൊണ്ട് കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് പറയും, ഒരു സന്തോഷ വാർത്തയുണ്ട്, ഇനി മുതൽ നിൻ്റെ ഭാര്യയെ നിനക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം, ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് കണ്ടോളാൻ പറയും. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. പറയും, അമ്മ പറഞ്ഞു നീ നയനയും ഓഫീസിൽ ചീഫായിട്ടുള്ള ഡിസൈനറാക്കി കൊണ്ടുപോക്കൂ, ഇനി ഇവിടെ ഇരുത്തണ്ട എന്ന് പറഞ്ഞെന്ന് പറയും. അമ്മ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കും. അന്നേരത്തേന് ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയും, എനിക്കിവളെ അങ്ങനെ പകൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല, ഇവളിവിടെ ഇല്ലാതിരിക്കുന്നത് എനിക്ക് മനസ്സമാധാനം, അതുകൊണ്ട് ഇവളങ്ങ് ഓഫീസിൽ വന്നിരുന്നോട്ടെ എന്ന് പറയും. അതല്ല അമ്മ പറഞ്ഞിട്ട് തന്നെയാണോ ഡിസൈനർ ആക്കുന്നതെന്ന് ചോദിക്കും. അതെ, അവൾ വലിയ ഡിസൈനറാണെന്നോ അവൾ കാരണം കോടികളുടെ ബിസിനസ് കിട്ടുന്നെന്നോ ഒക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അത് കാരണം ഇവളെ അങ്ങ് നീ കൊണ്ടുപോയിക്കോളാൻ പറയും. അമ്മയ്ക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുപോകത്തുള്ളെന്ന് ആദർശ് പറയുന്നുണ്ട്. നിനക്ക് നിൻ്റെ ഭാര്യ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളതല്ലേ, അത് കാരണം നീ അങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പോൾ അങ്ങോട്ട് വരുന്ന ജലജയോടും ദേവയാനി പറയുന്നുണ്ട്, ഈ വീട്ടിലെ അടുക്കളപ്പണിയല്ല ഇനി മുതൽ ഞാനാണ് ചെയ്യുന്നത്, എന്നെ സഹായിക്കാനായിട്ട് നീയും ജാനകിയും വരണം, ഇവൾ ഇനി ഈ വീട്ടിലിരിക്കേണ്ടെന്നാണ് എൻ്റെ തീരുമാനം, രാവിലെ ആദർശിൻ്റെ കൂടെ ഓഫീസിൽ പോയിക്കോണം, ഡിസൈനറായിട്ട് സ്ഥാനമേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അത് എന്തിനാ അവൾ ഇവിടെ ഞാൻ ഇരുന്നോളൂ കേലെ എന്നൊക്കെ ജലജ പറയും. അതുപോരാ, എനിക്കിഷ്ടമല്ല ഇവൾ ഇവിടെ ഇരിക്കുന്നതും അടുക്കള കയറുന്നതൊന്നും, അതുകൊണ്ട് ഇവൻ്റെ കൂടെ പോകുന്ന തന്നെയാണ് നല്ലതെന്ന് ജലജയോട് ദേവയാനി അങ്ങ് ഉറപ്പിച്ചങ്ങ് പറയും. അപ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും പെട്ടെന്ന് നയനയും വിളിച്ച് ഒരുങ്ങി ഓഫീസിലേക്ക് വന്നേക്കാൻ പറയും. അത് കേൾക്കുന്ന ആദർശ് പെട്ടെന്ന് നയനയും വിളിച്ചുകൊണ്ട് ഒരുങ്ങാനായിട്ട് പോകും. അന്ന് ജലജ പറയും, കുപ്പത്തൊട്ടി കിടന്നവളുടെ ഒരു ഭാഗ്യവേന്ന്. ആരാ കുപ്പത്തൊട്ടി കിടന്നത്, നീ ഒന്ന് പറയാൻ പറഞ്ഞ് ജയൻ ഉടനെ ജലജ വഴക്ക് പറയുന്നുണ്ട്. നയന മോള് നേരത്തെ ഒരു സ്ഥാപനം നടത്തിയിരുന്നതാണ്, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ കഴിവുള്ള പെൺകുട്ടിയുമാണ്, ഡിസൈനൊക്കെ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും, അത് കാരണം ഇനി അവളെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുതെന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ട് ജലജ അങ്ങ് പോകും, ജയൻ ഓഫീസിലോട്ടും പോകും. അന്നേരം ഒക്കെ സന്തോഷമുണ്ട് ദേവയാനി. ഇതിൻ്റെ ദേഷ്യത്തിലാണ് ജലജ അഭിയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. അഭി അപ്പം കിടന്ന് പൂക്കുറ്റി ഉറക്കമാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ, ഈ കമ്പനിയിലും ഈ വീട്ടിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടെന്ന് ചോദിക്കും. എന്താ കാര്യം അമ്മ, എന്താണെന്ന് ചോദിക്കും. നമ്മുടെ കമ്പനി പുതിയൊരു ഡിസൈനർ ജോയിൻ ചെയ്ത് എന്ന് പറയുന്നുണ്ടേ അഭി പറയും, ഓ നമ്മളുടെ കമ്പനി ഒരു ഡിസൈനർ വരിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഴിവുള്ള പെൺകുട്ടി ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയും. അതെ, നല്ല കഴിവുള്ളവൾ തന്നെയാണ്, ഇന്ന് മുതൽ അവൾ ചാർജ് എടുക്കുക എന്ന് പറയും. ഉടനെ അഭി മനസ്സിലോർക്കും, ഓ അവളെ എങ്ങനെയും വളച്ചെടുക്കണമെന്ന്. അവിടെ പറയും, നീ ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഡിസൈനറായിട്ട് ചാർജ് എടുക്കുന്നത് ഇവിടുത്തെ മൂത്ത കൊച്ചുമരുമോളാ നയനെന്ന് പറയും. അവളെ എങ്ങനെയാ അമ്മായി സമ്മതിച്ചോ എന്ന് ചോദിക്കാം. അതെ, സമ്മതിച്ചുകൊണ്ടല്ലേ ഇപ്പം അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നൊക്കെ പറയും. നീ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കും, മന്ദബുദ്ധികൾ അല്ലെങ്കിലും കൂടുതൽ നേരം കിടന്ന് ഉറങ്ങുമെന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജലജ കലിപ്പിച്ച് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി നയനയുടെ കീഴിൽ ജോലി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് അഭിക്ക് ആകെ ടെൻഷനിലാണ്. വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം സ്വന്തം മരുമകളായ അനാമികയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജാനകി. അത് കേട്ടതിൻ്റെ ഷോക്കിലാണ് അനാമിക വീട്ടിലിരിക്കുന്നത്. എന്നിട്ട് അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട്, ഞാൻ ഇനി ആ വീട്ടിലോട്ട് എങ്ങനെ ചെല്ലും, അവിടെ ഒരുത്തി ഇനി ആ കമ്പനിയിൽ ഡിസൈനറായിട്ട് ചാർജ് എടുത്തെന്ന് പറയും. അതെങ്ങനെയാണ് സാധിച്ചേ, മരുമോളെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ അമ്മായിയമ്മ മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും അവൾ ഇനി അവിടെ സ്ഥാനം ഉറപ്പിക്കും, ഞാനാണ് പുറത്താകാൻ പോകുന്നതെന്നൊക്കെ പറയും. എന്തായാലും നിൻ്റെ ജീവിതം അവിടെ സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളതെന്നൊക്കെ വേണു പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, ചെറിയൊരു കാര്യം മതി, ഇവള് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിലോട്ടിങ്ങി പോരും, നിനക്ക് ആ അനിയെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് അവനെ സ്നേഹിക്കാൻ, അവൻ്റെ മനസ്സ് മുഴുവൻ ആ മറ്റവളല്ലേ, അത് കാരണം ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സ്നേഹിക്കത്തില്ല, ഞാൻ പോയേക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രേവതിയോട് വഴക്കുണ്ടാക്കിയിട്ടുടനെ അനാമിക വീട്ടിലേക്ക് പോരുകയാണെന്ന് തോന്നുന്നു. ആദർശിൻ്റെ കൂടെ ഒരുങ്ങി നയനയും ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഹാളിലിരിപ്പുണ്ട്. നമ്മുടെ കമ്പനിയിലെ പുതിയ ഡിസൈനർ വരുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശിയും പറയും. ഉടനെ ദേവയാനി അവിടെ നിൽപ്പുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി, മോള് ഇങ്ങനൊന്നും ഈ വീട്ടിൽ കഴിയേണ്ടതല്ല, മോളുടെ ഡിസൈനൊക്കെ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് മുതൽക്കൂട്ടാകുന്നതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഡിസൈനർ ആരാ എന്ന് മോളെ തിരക്കാറുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ
ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഡിസൈനർ ഞങ്ങൾ പുറത്തോട്ട് വിടാറില്ല, ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നയനെ കുറേ പൊക്കി ഇടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം മുത്തശ്ശിയോടും മുത്തശ്ശനോടും നയന് ചെന്ന് രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരത്തേന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഇവിടെ ദേവയാനിയാണ്, അതുകൊണ്ട് ഈ അനുഗ്രഹത്തെക്കാട്ടിലൊക്കെ വലുത് ദേവയാനിയുടെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് പറയുമ്പം നയന ചെന്ന് ദേവയാനിയുടെ കാല് തൊട്ട് തൊഴുന്നുണ്ട്. ദേവയാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരം ഇങ്ങനെ നയനെ അനുഗ്രഹിക്കണോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവയാനിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.